ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ്. മൺസൂൺ തുടങ്ങി. മൺസൂൺ വിശേഷങ്ങളാണ് എല്ലായിടത്തും. മഴയൊക്കെ പെയ്തിങ്ങനെ എല്ലായിടത്തും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റൊക്കെ നമ്മളെപ്പോലുള്ള റൈഡേഴ്സിന് അനുകൂലമാണ്. ഇപ്പോൾ മൺസൂണിൻ്റെ ഭംഗി വേറെ തന്നെയാണല്ലോ. അപ്പം ഇന്ന് നേരെ വട്ടവടയാണ്. ഇതൊരു വീക്കെൻഡാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല. വട്ടവട എന്നുള്ളൊരു പ്ലാൻ, വട്ടവട കുടിക്കാമെന്ന് വിചാരിച്ചു. വട്ടവട ഇപ്പം ഇപ്പം മൊത്തത്തിൽ എല്ലായിടത്തും നല്ല ക്ലൈമറ്റ് ആട്ടോ. രക്ഷയില്ലാത്തൊരു ക്ലൈമറ്റാണ്. അപ്പം ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് എല്ലാം കൊണ്ടും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. ഇതിപ്പം റൂട്ട് നമ്മൾ നേരെ തൃശ്ശൂരാണിപ്പോൾ. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 4:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 4:30 ആയി. അപ്പോൾ ഇരുട്ടായിരുന്നു. പിന്നെ ഒരു മഴ ഉണ്ടായിരുന്നു, ചെറിയൊരു മഴ കിട്ടി. വീട്ടിൽ നിന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒന്ന് വെളിച്ചം വന്നോട്ടെ എന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം 6:30 ആയി. ഇപ്പോൾ നമ്മൾ ഏകദേശം എടപ്പാൾ കഴിഞ്ഞു. മാപ്പൊന്നും ഇട്ടിട്ടില്ല. തൃശ്ശൂർ കഴിയട്ടെ, എന്നിട്ട് വേണം മാപ്പൊക്കെ ഒന്ന് നോക്കാൻ. നമ്മൾ 2 ദിവസം ട്രിപ്പാണ്. വട്ടവട സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിക്കണേ. വട്ടവട നല്ല തണുപ്പുണ്ടെന്നൊക്കെയാണ് കേട്ട്. മൺസൂൺ റൈഡാണല്ലോ, അപ്പോൾ മനസ്സും ശരീരമൊക്കെ ഒന്ന് നനയട്ടെ. ഇതിൻ്റെ ഒരു സുഖം വേറെ അല്ലേ. അപ്പോൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഓവർ മഴ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ തിരപ്പാവും. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളൊരു ഫ്രണ്ടുണ്ട് കൂടെ. ഒരു വീസ്ട്രോം 250 ആണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പരിചയപ്പെടാം. മൂപ്പരുണ്ട് കൂടെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചാൽ പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. നമ്മൾ തൃശ്ശൂരെത്താനായിരിക്കുകയാണ്. ഇത് 2 സൈഡും പാടം, രക്ഷയില്ലാത്ത വ്യൂ, വേറെ ലെവല്. ഒക്കെ എടുക്കണം. അല്ല, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് റൈറ്റ് എടുത്തില്ലേ, അല്ല ലെഫ്റ്റ് എടുത്തില്ലേ, അത് നേരെ കുന്നംകുളം. ഈ റൂട്ടിന് അന്ന് പക്ഷെ ഇത് മെയിൻ റോഡല്ല, ബസ് റൂട്ട് അതാ വരിക. അത് ഭംഗിയുണ്ട്. ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ നമ്മളിവിടെ വണ്ടി നിർത്തിയിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ല ഇവിടുന്ന് കാണാൻ. അങ്ങനെ നമ്മളിത് തൃശ്ശൂർ എത്തുന്നതിൻ്റെ മുന്നേ ഉള്ളൊരു സ്ഥലമായിട്ടത്. ഇവിടേക്കത്തെ കറക്റ്റ് പറയാൻ എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കാനൊരു പ്രത്യേക ഫീല്. ഇത് നമ്മൾ എക്സസ് വീസ്ട്രോം. അപ്പോൾ അതിനൊന്ന് മൂത്രയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോയതാണ്. ഇതാണ് നമ്മൾ വീസ്ട്രോം എക്സസ് 250. അപ്പം ഇതൊരു വേറെ ലെവൽ വണ്ടി കേട്ടോ. എന്തൊരു ഓടിച്ചു നോക്കിയിട്ടൊന്നുമില്ല, പക്ഷേ 250 സെഗ്മെൻറ്റിൽ ഒരു അടിപൊളി സാധനമാണ്. പിന്നെ ഇത് പാടവും ആ ഒരു എന്താ പറയുക, ആ ഒരു ചെറിയ മഴയൊക്കെ പെയ്തിട്ടുള്ളൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ വേറെ ലെവൽ. അപ്പോൾ എനിക്ക് എന്തായാലും ഇവിടുന്ന് വണ്ടി എടുക്കാം. ഇനി നമുക്ക് തൃശ്ശൂർ പിന്നെ
തൃശ്ശൂർ പിടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നോക്കട്ടെ. പിന്നെ നേരെ നമ്മൾ വട്ടവട റൂട്ട് പിടിക്കണം, എറണാകുളം റൂട്ട്. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ. എന്തായാലും നോക്കട്ടെ. ബാക്കി മാപ്പ് ഇതുവരെ നോക്കിയിട്ടില്ല. ഞാൻ തൃശ്ശൂർ കഴിഞ്ഞിട്ട് മാപ്പ് നോക്കാമെന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇതുവരെ മാപ്പ് നോക്കിയിട്ടില്ല. എന്തായാലും തൃശ്ശൂർ കഴിയട്ടെ. തൃശ്ശൂർ കഴിഞ്ഞിട്ട് മാപ്പ് നോക്കിയിട്ട് ബാക്കി പരിപാടി കിട്ടാം. അങ്ങനെ നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. സമയം 7 മണി ആവാനായി. പ്രത്യേക ഫീല്. ചെറിയ മഞ്ഞും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായനെ. സാധാരണ ഞാൻ ഇൻട്രോ ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇൻട്രോ എടുത്താണ് ഇറങ്ങാറ്. പക്ഷെ ഇന്ന് അതിനൊന്നൊരു സമയം കിട്ടിയതുമില്ല. മഴയുടെ ഒരു ചെറിയ എന്താ പറയുക, മഴ പെയ്യൂല എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നമുക്കൊന്നും കൂടി വെളിച്ചം വരട്ടെ എന്നിട്ട് വ്ളോഗ് ചെയ്യാമെന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് നമ്മൾ കോട്ടക്കലേക്ക് എത്തിയപ്പം നല്ലൊരു മഴ കിട്ടി. പിന്നെ അവിടെ കയറിന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഹൈവേ കയറിയപ്പോഴും മഴയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഹൈവേന്ന് എക്സിറ്റ് എടുത്തിട്ട് കുറ്റിപ്പുറം കഴിഞ്ഞപ്പോഴാണ് മഴയുടെ ഒരു മൊത്തത്തിലൊന്ന് നിന്നത്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ടൗണ് തൃശ്ശൂർ ടൗണിലാട്ടോ. തൃശ്ശൂർ സൂ ആണ് ഇന്ത്യ റൈറ്റ് സൈഡ് കാണുന്നത്. പാലിയേക്കര ടോൾ. നീണ്ട ക്യൂ ആണ് സാധാരണ ഇവിടെ ഉണ്ടാവുക. ഇന്നിപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. നമ്മൾ ഹൈവേ കയറി ടോള് കഴിഞ്ഞു. ഇവിടെ ഓവർ ബ്രിഡ്ജ് ഉണ്ട് അല്ലേ, ആമ്പല്ലൂർ. അത് ശരി. ഈ സ്ഥലത്തിന് ആമ്പല്ലൂർ ഇവിടെ ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബ്ലോക്കാണ് എപ്പോഴും ഇവിടെ. ഇത് റോഡ് വന്നു കഴിഞ്ഞാൽ അതിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഒരു സിഗ്നലുണ്ട്. എപ്പോൾ വന്നാലും ഈ സിഗ്നലിൽ ഒരു 5 മിനിറ്റ് നിൽക്കാതെ പോകാറില്ല. അങ്ങനത്തെ ഹോട്ടൽ സ്വാമി വൈഭവൻ പ്യൂർ വെജ് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു മസാല ദോശ, ഒരു നെയ് റോസ്റ്റ് ചായ ഏകദേശം 267 രൂപയായി. പ്യൂർ വെജ് ഫുഡ് കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. വയറിനൊക്കെ ഒരു ശമനം. രാവിലെ 4:30 ഇറങ്ങിയല്ലേ, വിശക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നേരെ അങ്കമാലിയിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ഇനി ഏകദേശം ഒരു 169 കിലോമീറ്റർ ഇവിടുന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ വട്ടവടയ്ക്ക്. നമ്മൾ ഇനി അങ്കമാലി എത്തി ലെഫ്റ്റ് എടുത്ത് നേരെ പെരുമ്പാവൂർ, അങ്ങനെയാണ് റൂട്ടുള്ളത്. ഈ ലെഫ്റ്റ് പോണ ഈ റൂട്ടിൽ ഇത് അതിരപ്പള്ളി റൂട്ടാണ്. എന്തായാലും ഈ നല്ലൊരു സമയത്ത് മൺസൂൺ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് അത് എന്താ പറയുക ക്ലോസ് ആയത് വലിയൊരു നഷ്ടമായി. കാരണം റൈഡേഴ്സിൻ്റെ എന്താ പറയുക ഇഷ്ടപ്പെട്ട റൂട്ടാട്ടോ. എല്ലാ റൈഡേഴ്സും നമുക്ക് മൺസൂണൊക്കെ തുടങ്ങുന്ന സമയത്ത് അടിപൊളിയാണ് ആ റൂട്ട്. ഇതിന് നേരെ ചെന്ന് മലക്കപ്പാറ ചെന്ന് കയറുന്നതും പിന്നെ അവിടെ നിന്ന് വാൽപ്പാറയും ഒരു രക്ഷയില്ലാത്ത റൂട്ട്. ഇപ്പോൾ എത്ര മാസം പിടിക്കുന്നൊരു ഐഡിയ ഇല്ല. കാരണം പാലം പണി പാലാണ്, ചെറിയ പാലാണ്. അപ്പം എന്തായാലും ഒരു 2-3 മാസം എങ്ങനെയായാലും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ പണിയല്ലേ, അപ്പോൾ അതിൻ്റേതായ എന്താ പറയുക സമയമെടുക്കും. അടിമാൽ ഇടുക്കി മൂന്നാർ റോഡിലോട്ട് കയറിയിരിക്കുക കേട്ടോ. ഇതിപ്പോൾ സ്ഥലം എന്ന് വെച്ചാൽ ബൈപ്പാസ് കോതമംഗലം.
അങ്ങനെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബൈപ്പാസ് റോഡ് കോതമംഗലം. അങ്ങനെ നമ്മൾ നേരിമംഗലം എന്ന് പറഞ്ഞൊരു ടൗണിലെത്തിയിട്ട് അത് ഹിൽസൊക്കെ കാണാൻ തുടങ്ങി. ആരുടെ ഈ വട്ടട്ടെന്ന് നമ്മളാ മൂന്നാറിലേക്ക് എൻ്റർ ചെയ്യുന്ന പാലാട്ടത്. ഇത് ഭയങ്കര ഷെയിലുള്ളൊരു പാലാണ്. അടിപൊളിയല്ലേ? വേറെ ലെവൽ. പോയാൽ വെള്ളമൊക്കെ കുറവാണ്. ഇത് പുതിയ പാലം പണിയുന്നുണ്ട് കേട്ടോ അപ്പുറത്ത്. സാധാരണ ഈ ഇവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് അപ്പുറത്ത് നല്ലൊരു അടിപൊളി പാലം പണിയണം. ചെറിയ തണുപ്പൊക്കെ തുടങ്ങി. സമയം 10:40 10:45. വീഡിയോ MVDയുടെ ഒരു വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ക്യാമറ, ഫോഗ് ലാമ്പ് ഇല്ലാത്ത കുന്തൊന്നുമില്ല. ഒക്കെ ഇല്ലീഗലാണല്ലോ. ക്യാമറ വയ്ക്കാൻ പാടില്ല ഹെൽമെറ്റുമ്മേ, ഫോഗ് ലാമ്പ് വയ്ക്കാൻ പാടില്ല. എന്തൊക്കെ നിയമങ്ങൾ നമ്മളിവിടെ. പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 95 കിലോമീറ്ററോളം ഉണ്ട് വട്ടവടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ ഓടിയാലും നമുക്കൊരു 2 മണി ആകുമ്പോഴേക്കും 3 മണി ആകുമ്പോഴേക്കും നമ്മളെത്തുന്ന പ്രതീക്ഷിക്കണം. പിന്നെ നമുക്കവിടെ ചെന്നിട്ട് റൂം എടുക്കണം. എന്നിട്ട് പിന്നെ എവിടെയെങ്കിലും കറങ്ങാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കറങ്ങണം. അതൊക്കെയാണ് പ്ലാൻ. അതിൻ്റെ ഇടയിൽ മഴ കിട്ടുക എന്നുള്ളത് അത് വേറെ. മൊത്തത്തിലിങ്ങനെ നനഞ്ഞ് കിടക്കുക കേട്ടോ. നല്ല പച്ചപ്പുണ്ട്, അതുകൊണ്ട് വേറെ ഫീലാണ്. റൈഡൊക്കെ ചെയ്യാൻ മൺസൂണിൻ്റെ തുടക്കത്തിൽ തന്നെ അടിപൊളിയാട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ മഴയായിരിക്കും. അപ്പോൾ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ റൈഡൊക്കെ ചെയ്യുകയാണെങ്കിൽ മൺസൂൺ തുടക്കത്തിൽ തന്നെ ചെയ്യുകയാണ് നല്ലത്. മഴക്കാറുണ്ട്. ഇത് മഴക്കാറ് കാറുമൊക്കെ അങ്ങനെ മൂടി വരുന്നുണ്ട്. ചടപടി വെച്ചിട്ട് മഴ പെയ്യാന്നറിയില്ല. ആഹാ, ഇവിടെ വെള്ളമുണ്ടല്ലോ. ഇറങ്ങാം. പക്ഷെ ഇവിടെ നിർത്താനാണ് പണി. വെള്ളമുണ്ട്, വെള്ളമുണ്ട്. അങ്ങനൊരു വെള്ളച്ചാട്ടം. വീക്കെൻഡ് ആയതുകൊണ്ട് ഒടുക്കത്തെ തിരക്കാട്ടോ ഇവിടെ. ഒരു രക്ഷയില്ല. ഫുൾ ജനം. ഇതിന് മാത്രം വലിയ വെള്ളച്ചാട്ടമാണ് തമ്പുരാനിത്. ചുമ്മാ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാക്കാൻ വേണ്ടേ, അല്ല എന്താ. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ കേട്ടോ ആൾക്കാർ, ഹിന്ദിക്കാരാണ്. ഇവിടെ ഇങ്ങനെ കാണാം. ഈ 2 മഴ പെയ്തോണ്ടായി വെള്ളം. ഈ 2 മഴ പെയ്തോണ്ടായി വെള്ളം, അല്ലെങ്കിൽ ഇത്ര വെള്ളം ഉണ്ടാവില്ല. കാണാൻ കേട്ടിട്ടുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ രസമുണ്ട്. ഇതിലേറെ വെള്ളം വരും തോന്നുന്നു. നല്ല മഴ ആകുമ്പോഴേ.
വെള്ളച്ചാട്ടം കണ്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നല്ല ക്രൗഡാണ്, ഒരു മനസ്സമാധാനം ഇല്ലാത്ത ഒരു നിൽക്കലാണ് അവിടെയൊക്കെ. ആൾക്കാർ വന്നിങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്കൊന്ന് നിന്ന് ആസ്വദിക്കാനൊന്നും പറ്റില്ല, അത്രയും ക്രൗഡാണ്. അടിമാലി റീച്ചായിരിക്കുകയാണ്. മലയൊക്കെ കാണാൻ തുടങ്ങി. അടിമാലി സമയം 11:30 കേട്ടോ. വെയിലിന് ചെറിയൊരു ചൂടുണ്ട്. റഷാണ്, വണ്ടികളൊക്കെ നല്ലതുണ്ട്. ബ്ലോക്കാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടങ്ങളൊരു രക്ഷയില്ല. കോടയാണ് ഇങ്ങനെ നിൽക്കുന്നത്. മഴയും ഉണ്ട് തോന്നുന്നുണ്ട് മുകളിലേക്ക്. വേറെ ലെവലായിരിക്കും ഇപ്പോൾ അതിൻ്റെ മുകളിലെത്തുമ്പോൾ. മൂന്നാറ് കണ്ടോ, വേറെ ലെവൽ. ഗൂഗിൾ ദേവി ഏതൊക്കെ റൂട്ട് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പോക്കറ്റ് റോഡാണ് കാണിക്കണേ. ചെറിയ ചെറിയല്ല വീടുകളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടിയുള്ള റോഡാണ്. ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട്. പോയേക്കാം, അടിപൊളിയാണെങ്കിലോ. വീടുകൾ റോഡാ. ഇല്ല, ഏതാ റൂട്ടാണ്? ചെറിയ റോഡ്. ഇങ്ങനൊരു റോഡ് ഒന്നൊന്നര കയറ്റാണ്. കാറൊന്നും വരില്ല, ബൈക്ക് പോവുള്ളൂ. വിറ്റ് റോഡ്. വഴിയില്ല. അങ്ങനെ നമ്മൾ മേലോട്ട് വന്ന് കയറി. എൻ്റെ മോനെ ഒരു കൂത്തനുള്ള കയറ്റായിരുന്നു, രക്ഷയുണ്ടായിരുന്നില്ല. അഡ്വഞ്ചർ ആയിരുന്നു. പക്ഷേ അവർ അവിടെ നിർത്തിയൊരു ഓട്ടോറിക്ഷക്കാർ പറഞ്ഞു അതേലും പോകണ്ട, ഇവിടെ റോഡില്ല, അതവിടെ ചെന്ന് എൻ്റെ ആവും. അപ്പോൾ ഇതാണ് റോഡ്. പിന്നെ നമ്മൾ ബൈക്കാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അതിൽ കുത്തിക്കയറ്റി പോയേ. എന്തായാലും ത്രില്ലായിരുന്നു. ആകാശം കാണാമല്ലോ അവിടെ, കാരണം ആ മരത്തിൻ്റെ മേലെ പിന്നെ ഫുൾ കോടയാണ്. കണ്ടോ? ഓ എന്ത് ഭംഗി. എൻ്റെ മോനെ കുറച്ചുകൂടെ അടുത്തേക്ക് പോകുമ്പോൾ ഒന്നും കൂടി കണ്ടോ, ആകാശം കാണാനില്ല. അങ്ങനെ കോട വന്നിങ്ങനെ ആ മലയുടെ ഒപ്പം നിൽക്കുന്നു. ഓ മഴ കൂടി പെയ്ത് വേറെ ലെവലാവട്ടാ. നമുക്ക് മഴ
മഴക്കാറുണ്ടോ വെച്ചില്ല. ആ ഉണ്ട്, മഴക്കാറുണ്ട്, തണുപ്പുണ്ട് ചെറുതായിട്ട്. എൻ്റെ മോനെ കണ്ടോ, എന്ത് മുങ്ങി വെച്ചിട്ട് കാണാൻ ഒരു രക്ഷയില്ല. അങ്ങനത്തെ നമ്മളൊരു വ്യൂ പോയിന്റിൽ നിർത്തിയാട്ടോ. ഇവിടുന്ന് ഒരു രക്ഷയില്ല കാണാൻ, വേറെ ലെവൽ, അടിപൊളി. എല്ലായിടത്തും ഭയങ്കര ക്രൗഡാണ്, ഇഷ്ടം പോലെ ആൾക്കാരാണ്. അധികം നേരം നിൽക്കാനൊന്നും ഉള്ള കുഴപ്പമില്ല. പിന്നെ മഴ ഇങ്ങനെ ചെറിയ ചാറ്റിലൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ വരുന്നു, ഫോട്ടോ എടുക്കുന്നു. നമ്മളൊന്നും രണ്ട് ഫോട്ടോ എടുത്തു. അങ്ങനൊരു ഭംഗി. അവിടെ നോക്കി പൊന്നോ, ഒരു രക്ഷയില്ല, തണുക്കണമുണ്ട്. റെയിൻകോട്ട് ചാമ്പേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണേ. ഭക്ഷണം കഴിക്കാൻ നിർത്തണം, ഇവിടുന്ന് എവിടുന്നെങ്കിലും കിട്ടുവാണെങ്കിലും. പോയേക്കാം, വാ. അങ്ങനത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട മീൽസ് കഴിച്ചു. 280 റുപ്പീസായി രണ്ടാൾ, 2 മീൽസ്, 140 റുപ്പീസ് ഈച്ച്. ഫുഡ് എങ്ങനെയുണ്ട് വെച്ചാൽ ആവറേജ്. നമ്മൾ വട്ടവട ഒരു റിസോർട്ട്, ഒരു മഡ് ഹൗസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പോയോക്കട്ടെ. ഇവിടെ ഒന്നും ഇപ്പോൾ അടുത്തൊന്നും മഴ ചെയ്തിട്ടില്ല, ഒടുക്കത്തെ പൊടി. പോയി നോക്കാം മഡ് ഹൗസ് എങ്ങനെയുണ്ട്, അടിപൊളിയാവോ അതോ മൂഞ്ചോ എന്നുള്ളത്. നമ്മളങ്ങനെ ഒരു മാട്ടുപ്പെട്ടി ഡാം റീച്ചായ വെള്ളം മഴ ചെറുതായിട്ട് ചാറുണ്ട്. ചെറിയ ബോട്ടിൻ്റെ പരിപാടി, ബ്ലോക്കാണ്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്.
നല്ല തണുപ്പുണ്ട്. തണുപ്പിങ്ങനെ എന്താ പറയുക, ജാക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി ഹെൽമെറ്റിൻ്റെ അടിയൂടെ ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. ഓഹോ, അങ്ങനെ അത് നമ്മൾ വട്ടോട് എത്തിയിരിക്കുക കേട്ടോ. ഇതാണ് വെൽക്കം ഗേറ്റ്. നമ്മളിവിടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മളിവിടെ നമുക്ക് കയറാം, അത്രയേ ഉള്ളൂ. വെൽക്കം വട്ടവട ഗ്രാമപഞ്ചായത്ത്. ബാക്കി ബോർഡൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി എടുത്ത് വെക്കാം. അങ്ങനെ നമുക്ക് നേരെ വട്ടവടയ്ക്ക് എൻ്റർ ചെയ്യാം കേട്ടോ. വേറെ ലെവൽ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. വെൽക്കം. ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ ലെവൽ റൂട്ടാണ്, പറയേണ്ട ആവശ്യമില്ല. അടിപൊളിയാണ്. ചെക്ക് പോസ്റ്റിൽ വണ്ടി നമ്പറും എവിടെ നിന്നാണ് വരുന്നതെന്നും എഴുതി വെച്ചു. പിന്നെ 5 കിലോമീറ്റർ ഫോറസ്റ്റാണ്, ഇറങ്ങരുത്, ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു. ഹായ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് റൂം കിട്ടി. ഇതാണ് നമ്മുടെ ഫ്രണ്ട്. അപ്പം ചെക്കൻ്റെ കൂടെ ഫസ്റ്റ് റൈഡാണ്. അപ്പം കുറേ കറങ്ങി തിരിഞ്ഞു റൂം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 1400 രൂപയ്ക്ക് ഇതേ കുഴപ്പമില്ല, ഓക്കെയാണ്. റൂമൊന്ന് കാണിച്ചു തരാം. ഇതാണ് റൂമെന്ന് പറയാൻ പറ്റില്ല, ഒരു കോഴിക്കോട് പോലത്തെ ഒരു സാധനം. പക്ഷേ ഒരു ബാത്റൂം. പിന്നെ ഇവിടെ നിന്ന് എന്താ അടിപൊളി വെച്ചാൽ ഇങ്ങനെ കാണാൻ നല്ല വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഇപ്പം നമുക്ക് നേരെ പട്ടോടെ പോകണം, ചായ എന്തെങ്കിലും കുടിക്കണം. പിന്നെ അൻവറ എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? പൊളി, രക്ഷയില്ല. വേറെ രണ്ടാൾ മാത്രമേ. അപ്പം പോയോക്കട്ടെ. അടിപൊളിയായിരുന്നു. ഇതുവരെ അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇറങ്ങിയപ്പോഴത്തെ കുറച്ച് ചെറിയൊരു മഴ കിട്ടി. അതിനുശേഷം വലിയ മഴയൊന്നുമില്ല. ഇപ്പം ചെറിയ പാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ തണുപ്പുണ്ട്. പിന്നെ ഇങ്ങനെ ഇറങ്ങി നോക്കട്ടെ എന്താണ്. വട്ടവട ടൗണിലൊക്കെ ഞങ്ങൾ നേരത്തെ ഒന്ന് കറങ്ങി വന്നതാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചല്ല, ഒരു ചായ അടിക്കണം. അപ്പം അങ്ങനെ പോയോക്കട്ടെ. പോയല്ലോ. ഈ ചായ എടുത്താ? ഇല്ല, ഇല്ല. അപ്പോൾ പിന്നെ മെല്ലെ ഇങ്ങനെ ഇറങ്ങി നോക്കാം. ഒരു രക്ഷയില്ല. ഇവിടുന്ന് വ്യൂ എന്ന് പറഞ്ഞാണ്ട് വേറെ ലെവലാണ്. Said you'd be my heart.
അടിക്കാൻ വട്ടവട ടൗണിലേക്ക് എത്തി. അതിലല്ലേ തട്ട വട്ടവട ടൗൺ കാണിച്ചു തരാം. ആണ് വട്ടവട. ഇത്രേ ഉള്ളൂ ഇവിടെ. അതായത് KSRTCയുടെ ബസ് കിടക്കുന്നുണ്ടോ, 2 എണ്ണം സ്റ്റേ ആണെന്ന് തോന്നുന്നു. ഇത് നല്ല ചൂട് ചാടിക്കായി തണുപ്പത്ത്. ഇതിനും കഴിക്കണം. നമുക്ക് ഈ ചായ അടിച്ചിട്ട് പരിപാടി വെക്കാം. അങ്ങനെ നമ്മൾ വട്ടവട പോയി ഒരു ചായ അടിച്ചു. പിന്നെ നമ്മൾ മലബാർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കയറി ഫുഡ് കഴിച്ചു. 10 പൈസക്കില്ലായിരുന്നു, കുടുങ്ങിപ്പോയി. പിന്നെ കഴിച്ചല്ലേ വെച്ചിട്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതപ്പോൾ റൂമിലെത്തി. ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങണം. പിന്നെ നാളെ വട്ടവട മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങണം. ചുമ്മാ ഒന്ന് കറങ്ങണം. വേറെ വലിയ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല ഇവിടെ. അത് കഴിഞ്ഞ് നേരെ ബാക്ക് ഹോം ആണ് നാളത്തെ പരിപാടി. അപ്പോൾ അടുത്തുള്ളവർ കാണുന്നവരെ ബൈ ബൈ.